ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന H.W. ലോങ്ഫെല്ലോൻ്റെ പോയട്രി, അതായത് HSC +1 യൂണിറ്റ് 3 ആദ്യത്തെ ചാപ്റ്ററാണിത്, 8th ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഈ പോയട്രിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്: ലുക്ക് അറ്റ് ദ എക്സ്പ്രഷൻസ് ഹെവൻസ് വൈഡ് ആർച്ച് ആൻഡ് റിട്ടേണിംഗ് മാർച്ച്. വാട്ട് ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹിയർ? വാട്ട് എൽസ് ഡസ് ഇറ്റ് റിമൈൻഡ് യു? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഹെവൻസ് വൈഡ് ആർച്ച് എന്നും റിട്ടേണിംഗ് മാർച്ച് എന്നും ഉള്ള ഈ രണ്ട് എക്സ്പ്രഷൻസ്, ഈ രണ്ട് പ്രയോഗങ്ങൾ നോക്കുക. ഇത് എന്തിനെ പറ്റിയിട്ടാണ് പോയറ്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അത് ഈ ഒരു എക്സ്പ്രഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. The poet describes here the sky and the return of the sun in the morning. അപ്പോൾ ഇവിടെ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് വിശാലമായ ആകാശവും പിന്നെ സൂര്യൻ്റെ റിട്ടേണുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് എ കിങ് റിട്ടേണിങ് ആഫ്റ്റർ എ ലോങ് ആബ്സെൻസ്. അപ്പോൾ ഈ വരി കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരുന്ന ഒരു രാജാവിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഓർ ഈവൻ മൈ ഓൺ റിട്ടേണിംഗ് ടു ലൈഫ് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ ദ നൈറ്റ്സ് സ്ലീപ്പ്. പിന്നെ നമ്മുടെ ഒരു രാത്രിയിലെ ഉറക്കം കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ ഉണരുന്നതിനോടും ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. കൊമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ ഓഫ് സോഫ്റ്റ് ഗെയിൽസ്. സോഫ്റ്റ് ഗെയിൽസ് എന്നുള്ള എക്സ്പ്രഷനെ പറ്റി അതിനെപ്പറ്റി കൊമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്: ദിസ് ഈസ് ദ പൊയറ്റിക് വേ ഓഫ് ഡിസ്ക്രൈബിങ് ദ ഏർലി മോർണിംഗ് ബ്രീസ്. അപ്പോൾ ഗെയിൽ എന്ന് പറഞ്ഞാൽ കാറ്റെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് കാവ്യാത്മകമായിട്ട് പ്രഭാതത്തിലുള്ള മോർണിംഗ് ബ്രീസ് അല്ലെങ്കിൽ രാവിലെ വീശുന്ന കാറ്റിനെ പറ്റി പൊയറ്റിക്കായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. വാട്ട് മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്? എന്ത് കാരണം കൊണ്ടാണ് മേഘങ്ങളുടെ പ്രൗഢി നഷ്ടപ്പെടുന്നത്? ഉത്തരം ഇതാണ്: ദ റൈസിംഗ് സൺ മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്. അതായത് ഉദിച്ചു വരുന്ന സൂര്യനാണ് മേഘങ്ങളുടെ പ്രൗഢി നഷ്ടപ്പെടുത്തുന്നത്. ദ മിസ്റ്റ് മെൽറ്റ്സ് എവേ ആൻഡ് ദ ഗ്ലോറി ഫെയ്ഡ്സ്. അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രകാശവും ചൂടും കൊണ്ട് മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് അത് ഉരുകി പോവുകയും അത് മാഞ്ഞു പോവുകയും മേഘങ്ങളുടെ പ്രൗഢി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ക്ലൗഡ്സ് കമ്പയർഡ് ടു? മേഘങ്ങളെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ കമ്പയർഡ് ടു ദ ആർമി ഡിഫീറ്റഡ് ഇൻ ബാറ്റിൽ റെഡി ടു ഫ്ലീ ഫ്രം ദ കോൺകറർ. മേഘങ്ങളെ ഉപമിച്ചിരിക്കുന്നത് തോറ്റുപോയ പടയോടാണ്. ആർമി ഡിഫീറ്റഡ് ഇൻ ബാറ്റിൽ റെഡി ടു ഫ്ലീ ഫ്രം ദ കോൺകറർ. അതായത് കോൺകറർ ആരാണോ കീഴടക്കിയത് ആ ഒരു കോൺകററിൽ നിന്നും പേടിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന, ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന പടയോടാണ്, ആർമിയോടാണ് മേഘങ്ങളെ ഉപമിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് പിക്ചർ ഓഫ് ദ വാലി ഈസ് അൺവെയിൽഡ്? താഴ്വരയുടെ ഏത് രൂപമാണ് മൂടുപടം മാറ്റപ്പെട്ട് കവിക്ക് മുന്നിൽ വന്നിരിക്കുന്നത്? ദ വാലി ഈസ് റിച്ച്. ഉത്തരം ഇങ്ങനെയാണ്. ഇത് 2 മാർക്കിൻ്റെയാണ്. മേഘത്തിൻ്റെ മൂടുപടം മാറിക്കഴിഞ്ഞപ്പോൾ ദൃശ്യമായത് റിച്ച് വാലിയാണ്, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള താഴ്വരയാണ്. ദ വാട്ടർ ദാറ്റ് ഫ്ലോസ് ഇൻ ദ റിവർ ഗെറ്റ്സ് ഡാർക്കൻഡ് അറ്റ് ടൈംസ് ബൈ ദ ഷെയ്ഡ് ഓഫ് ദ ഫോറസ്റ്റ്. താഴെ ഒഴുകുന്ന നദി കാടിൻ്റെ നിഴല് ഷെയ്ഡ് വീണിട്ട് ചില സമയങ്ങളിൽ അത് ഡാർക്കായിട്ട് ഒഴുകുന്നു. ബട്ട് ഇൻ ദ കാസ്കേഡ് ഇറ്റ് ഗ്ലിസൻസ്. എന്നാൽ വെള്ളച്ചാട്ടമുള്ള ഭാഗങ്ങളിൽ അത് തിളങ്ങിയാണ് ഒഴുകുന്നത്.
The bittern is flying upward, spirally making noise, as the dawn is softly and smoothly turning into morning. പിന്നെ bittern എന്ന് പറയുന്ന പക്ഷി ഒച്ചയുണ്ടാക്കിക്കൊണ്ട് പറക്കുകയാണ്. The bittern is flying upward, മുകളിലേക്ക്, spirally, അതായത് വട്ടത്തിൽ കറങ്ങി കറങ്ങി അത് പറന്നു പോകുന്നു. As the dawn is softly and smoothly turning into morning. DAWN dawn എന്ന് പറഞ്ഞാൽ അതിരാവിലെയുള്ള സമയമാണ് DAW dawn എന്ന് പറയുന്നത്. ഈ ഒരു ഡോൺ മോർണിംഗിലേക്ക് വഴിമാറുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. ഹൗ ഡസ് ദ വാലി റെസ്പോണ്ട് ടു ദ റൈസിംഗ് സൺ? എങ്ങനെയാണ് താഴ്വര ഉദിച്ചുയരുന്ന സൂര്യനോട് പ്രതികരിക്കുന്നത്? ഉത്തരം ഇങ്ങനെയാണ്. ദ വാലി റെസ്പോൺസ് ടു ദ റൈസിംഗ് സൺ ഇൻ എ ലൈവ്ലി മാനർ. അപ്പോൾ ഉദിച്ചു ഉയരുന്ന സൂര്യനോട് വളരെ എനർജറ്റിക് ആയിട്ടാണ് ഈ ഒരു താഴ്വര പ്രതികരിക്കുന്നത്. ദ വാട്ടർ ഇൻ ദ റിവർ ഈസ് ഡാഷിംഗ് ഡൗൺ. പുഴയിലെ വെള്ളം കുതിക്കുകയാണ്, ഡാഷ് ചെയ്യുകയാണ്. ആൻഡ് കറൻസ് വേൾഡ് ആൻഡ് ഫ്ലാഷ്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് വട്ടത്തിൽ ചുറ്റുകയും ഫ്ലാഷ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ദ ട്രീസ് ഓഫ് ദ ഫോറസ്റ്റ് ആർ ബെൻഡിങ് ആസ് ഇഫ് ടു ടച്ച് ദ വാട്ടർ. ഈ ഫോറസ്റ്റിലെ മരങ്ങൾ വെള്ളത്തിൽ തൊടാൻ എന്ന വണ്ണം താഴേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. ദ വാലി ഈസ് ഫിൽഡ് വിത്ത് എക്കോയിങ് നോയ്സ് ഓഫ് ദ വൈൽഡ് ഹോൺ. താഴ്വരയിലുള്ള കുന്നുകൾ വൈൽഡ് ഹോൺ പക്ഷിയുടെ ശബ്ദം കൊണ്ട് എക്കോ ചെയ്യുകയാണ്. Thin smoke is rising from the huts of the valley dwellers through the thick leaved branches. അതായത് ആ താഴ്വരയിൽ താമസിക്കുന്ന ആൾക്കാർ, ഡ്വെല്ലേഴ്സിൻ്റെ വീടുകളിൽ നിന്ന് ഉയരുന്ന പുക ത്രൂ ദ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ്, ആ മരങ്ങളുടെ ഇടയിലൂടെ, ആസ് ദേ ആർ പ്രിപ്പയറിംഗ് ദെയർ മോർണിംഗ് മീൽസ്, അവരുടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഉയരുന്ന പുക ഈ മരങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്രയുമാണ് വാലിയിൽ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് ദ പോം. ഈ കവിതയുടെ മ്യൂസിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സംഗീതാത്മകതയെ പറ്റി കമൻറ്റ് ചെയ്യുക. ഉത്തരം ഇങ്ങനെയാണ്. ഇത് 3 മാർക്കിൻ്റെയാണ്. ദ പോം ഈസ് ഹൈലി മ്യൂസിക്കൽ. ഈ ഒരു കവിത എന്ന് പറയുന്നത് വളരെയധികം മ്യൂസിക്കലാണ്. ദ റൈമിംഗ് കപ്ലെറ്റ്സ് ആർച്ച്, മാർച്ച്, ഗെയിൽസ്, വെയിൽസ്, ലൈറ്റ്, ഹൈറ്റ്, അതായത് ഓരോ വരിയുടെയും അവസാനത്തെ വാക്കുകൾ നോക്കുമ്പോൾ ഇതിനകത്ത് റൈമിംഗ് കപ്ലെറ്റ്സ് നമുക്ക് കാണാം, റൈമിംഗ് വേർഡ്സ് നമുക്ക് കാണാവുന്നതാണ്. ഇറ്റ് ഗിവ്സ് എ ഹൈലി മെലോഡിയസ് ക്വാളിറ്റി ടു ദ പോം. അപ്പോൾ ഈ റൈമിംഗ് വേർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പോമിന് നല്ല ഒരു മെലോഡിയസ് ക്വാളിറ്റി ഉണ്ട്, അതായത് ഒരു സംഗീതാത്മകത ഉണ്ട്. ദ പോം ഹാസ് ഫൈൻ റിതം ആസ് ദ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് സിലബിൾസ് ഓൾട്ടർനേറ്റ് റെഗുലർലി. അപ്പോൾ ഈ കവിതയ്ക്ക് ഒരു റിതമുണ്ട് അല്ലെങ്കിൽ ഒരു താളമുണ്ട്. കാരണം സ്ട്രെസ്ഡ് സിലബിൾസും അൺസ്ട്രെസ്ഡ് സിലബിൾസും മാറി മാറി ഈ കവിതയിൽ വരുന്നുണ്ട്. സ്ട്രെസ്ഡ് സിലബിൾ എന്ന് പറഞ്ഞാൽ, സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിൻ്റെ ഒറ്റ യൂണിറ്റിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു വേർഡ് വാലി എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സിലബിൾ ഉണ്ട്. വാലി എന്ന് പറയുമ്പോൾ 2 സിലബിൾ ഉണ്ട്. പിന്നെ ഇപ്പോൾ സൺറൈസ് എന്ന് പറയുമ്പോൾ 2 സിലബിൾ ഉണ്ട്. സൺ റൈസ്, അങ്ങനെ 2 സിലബിൾ ഉണ്ട്. അപ്പോൾ ഈ ഓരോ സിലബിളുകളും ഈ കവിതയിൽ ഒരു സിലബിളിൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിലബിളിൻ്റെ ശബ്ദം നമ്മൾ ഇത്തിരി ഉയർത്തി പറയുന്ന ഒരു സിലബിളാണെങ്കിൽ അടുത്തത് ശബ്ദം താഴ്ത്തി പറയുന്ന സിലബിളാണ്. അങ്ങനെ സ്ട്രെസ്ഡ് സിലബിളും അൺസ്ട്രെസ്ഡ് സിലബിളും മാറി മാറി വരുന്നത് കൊണ്ട് ഈ കവിതയ്ക്ക് നല്ല ഒരു താളം ഉണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് there is alliteration that adds to the musical quality. പിന്നെ ഈ കവിതയിൽ alliteration കാണാം. alliteration എന്ന് പറയുന്നത് മലയാളത്തിൽ പ്രാസം എന്ന് പറയും. അതായത് കോൺസണന്റ് സൗണ്ടുകൾ അടുത്തടുത്ത് വരുന്നതിനെയാണ് alliteration എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ alliteration എവിടെയെന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് alliteration ആർ
ബ്ലാസ്റ്റഡ് ബെയർ എന്ന് പറയുന്നിടത്ത് ബ എന്നുള്ള കോൺസണന്റ് സൗണ്ട് അലിറ്ററേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫെയിൻറ്റ് ആൻഡ് ഫാർ എന്ന് പറയുന്നിടത്ത് ഫ് എന്നുള്ള കോൺസണന്റ് സൗണ്ടുകൾ അലിറ്ററേറ്റ് ചെയ്യുന്നു. പിന്നെ സഡൻ ഷോട്ട്, അതിനകത്ത് സ് എന്നുള്ള സൗണ്ടാണ് അലിറ്ററേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്രം ഫെയിൻറ്റിങ്, അതിനകത്തും ഫ് അലിറ്ററേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത പോയിന്റ്, there are also many instances of assonance which make the poem sound sweet. പിന്നെ മാത്രമല്ല ഇവിടെ അസനൻസും ഉണ്ട്, അതായത് സാമ്യമുള്ള ശബ്ദങ്ങൾ അടുത്തടുത്ത് വരുന്നതാണ് അസനൻസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യവും ഈ പോയട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. The poem gives a soothing effect as it sounds soft and sweet to the ear. ഈ കവിത അതുകൊണ്ട് തന്നെ ഒരു സൂതിങ് ഇഫക്റ്റ് ആണ് തരുന്നത്, അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ സാന്ത്വനം തരുന്ന ഒരു ഇഫക്റ്റ് ആണ് ഈ കവിതയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിംബൽസ് യൂസ്ഡ് ഇൻ ദ പോം. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളെ പറ്റി, പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഇതാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കാണ്. ഉത്തരം എങ്ങനെയാണ്? there are many symbols in the poem. ഈ കവിതയിൽ ധാരാളം പ്രതീകങ്ങളുണ്ട്. എക്സാമ്പിൾസ് ആർ, അതിന് ഉദാഹരണങ്ങൾ, heaven's wide arch, returning march, soft gales, kissing the sun-clad vales, horse in battle overthrown, shattered lands, pine blasted bare and cleft, the veil of cloud, woods bending with silent reach. അപ്പോൾ ഇതെല്ലാം ഓരോരോ പ്രതീകങ്ങളാണ്, അതായത് ഓരോ നമ്മുടെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളായിട്ടാണ് ഇതൊക്കെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ഡസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ലൈക്ക് ദ സിമിലി മേക്ക് ദ പോം ഇഫക്റ്റീവ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കവിതയിലുള്ള ഫിഗറേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആലങ്കാരിക ഭാഷ, അതായത് സിമിലികൾ, ഉപമകൾ പോലെയുള്ള ആലങ്കാരിക ഭാഷ എങ്ങനെയാണ് ഈ കവിതയെ ഇഫക്റ്റീവ് ആക്കുന്നത്? ഉത്തരവിതാണ്, Longfellow has used many figures of speech in this poem to make it effective. അതായത് കവി ഇവിടെ ധാരാളം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് കവിത ഇഫക്റ്റീവ് ആക്കാനായിട്ട് വേണ്ടി. ഹിസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഇൻക്ലൂഡ്സ് സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ ആൻഡ് ഓനമെറ്റോപോയിയ. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകൾ എന്ന് പറയുന്നത് മെറ്റഫറുകൾ. മെറ്റഫർ എന്ന് പറയുന്ന ഒരുതരം ഭാവാർത്ഥമാണ്, ഒരു ഉപമ ഭാവാർത്ഥമാണ് മെറ്റഫർ. പിന്നെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഒരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒന്നിന് കൊടുക്കുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓനമെറ്റോപോയിയ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വാക്കാണ് ഓനമെറ്റോപോയിയ. അപ്പോൾ ഭാഷയുടെ ഉത്ഭവം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ശബ്ദത്തിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, ക്ലിങ് എന്നുള്ള വേർഡ്, പ്ലേറ്റ് താഴെ വീഴുമ്പോൾ കേൾക്കുന്ന ക്ലിങ് ശബ്ദം, ആ വീഴുന്ന ശബ്ദവുമായിട്ട് സാമ്യമുള്ളൊരു വേർഡാണ് ക്ലിങ്. അത് ഒരു ഓനമെറ്റോപോയിക് വേർഡാണ്. പിന്നെ മറ്റൊരു വേർഡ് ക്യാറ്റ് എന്ന് പറയുമ്പോൾ പൂച്ചയുടെ ശബ്ദം, ക്യാറ്റ് എന്നുള്ള പൂച്ചയുടെ ശബ്ദവും ആ പൂച്ച എന്ന് പറയുന്ന ജീവിക്ക് കൊടുത്തിരിക്കുന്ന ക്യാറ്റ് എന്നുള്ള ഒരു പേരും തമ്മിൽ സാമ്യമുണ്ട്. അപ്പോൾ അതും ഒരു ഓനമെറ്റോപോയിക് വേർഡാണ്. അപ്പോൾ അങ്ങനെ ഓനമെറ്റോപോയിക് വേർഡ്സും ഇതിനകത്ത് കാണാം. പിന്നെ അതുപോലെ ഇത്തരത്തിലുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകളാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. He speaks of the clouds losing their glory like horse in battle overthrown. അപ്പോൾ like horse in battle overthrown എന്ന് പറയുന്നിടത്ത് സിമിലിയാണ് വരുന്നത്. അതായത് ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നുള്ള വേർഡുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ സിമിലി ആയിരിക്കും ഉപയോഗിക്കുക. സിമിലിയാണ് അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. പിന്നെ there are excellent personifications in the sun's returning march and soft gales went forth to
കിസ് ദ സൺക്ലാഡ് വെയിൽസ്. അപ്പോൾ സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്ന് പറയുന്നിടത്തും സോഫ്റ്റ് ഗെയിലുകൾ സൺക്ലാഡ് വെയിൽസിനെ കിസ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്തും പേഴ്സോണിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് മെറ്റഫേഴ്സ് വന്നിരിക്കുന്നത്. മെറ്റഫേഴ്സ് ക്യാൻ ബി സീൻ ഇൻ പിനക്കിൾസ് ത്രസ്റ്റിംഗ് അപ്പ് ഷാഡേഡ് ലാൻസസ് എന്ന് പറയുന്നിടത്ത് മെറ്റഫറാണ് വന്നിരിക്കുന്നത്. അതായത് ഭാവാർത്ഥം ഇത് മറ്റൊന്നാണ് എന്ന് പറയുന്നത്. അതായത് മലയുടെ മുകൾ ഭാഗങ്ങൾ കണ്ടിട്ട് ചിന്നിച്ചിതറിയ കുന്തമുനകൾ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മെറ്റഫറാണ് അവിടെ വരുന്നത്. പിന്നെ there is a superb onomatopoeia in the whirl and flash of currents. whirl and flash of currents എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ശബ്ദം ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, വെള്ളത്തിൻ്റെ ഒഴുക്ക്. അപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ഉണ്ടായ വേർഡ്, അതായത് ഫ്ലാഷ്, വേൾ എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഓനമെറ്റോപോയിയാണ് അവിടെ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച്. അടുത്തത് pick out the descriptions of sights, sounds and movements in the poem. അതായത് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ ഇമേജറികളും ഓഡിറ്ററി ഇമേജറികളും കിനസ്തെറ്റിക് ഇമേജറികളും ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വിഷ്വൽ ഇമേജറിക്ക് താഴെ വരുന്ന എക്സ്പ്രഷൻസ് ഗ്ലൗഡ് ദ റിച്ച് വാലി, അതായത് വാലി തിളങ്ങുന്നു എന്നുള്ളത്, വുഡ്സ് വർ ബ്രൈറ്റൻഡ്, ഡാർക്കൻഡ് വാലി, ഇതൊക്കെ വിഷ്വൽ ഇമേജറീസ് ആണ്. പിന്നെ സൗണ്ട് ഇമേജറീസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജറീസ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ, മെറി ഷൗട്ട്, ഇതൊക്കെ ഓഡിറ്ററി ഇമേജറീസ് ആണ്. പിന്നെ കിനസ്തെറ്റിക് ഇമേജറീസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇമേജറീസിൽ വരുന്നത് വീൽഡ് ഹിസ് സ്പൈറൽ വേ, ക്ലൗഡ്സ് വാസ് ലിഫ്റ്റഡ്, കറണ്ട്, വേൾ ആൻഡ് ഫ്ലാഷ്, ഇതൊക്കെ കിനസ്തെറ്റിക് ഇമേജറീസിൽ വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് എനി ഇമേജ് സ്റ്റാൻഡ് ഔട്ട് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഡു യു തിങ്ക് സോ? ഏതെങ്കിലും ഒരു ബിംബം വളരെയധികം മറ്റ് ബിംബങ്ങളെക്കാട്ടിലും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ബിംബം ഈ കവിതയിലുണ്ടോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഇമേജ് ഓഫ് ദ കറണ്ട് വേളിംഗ് ആൻഡ് ഫ്ലാഷിംഗ്, ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് മറ്റ് ഇമേജറീസിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഓവറോൾ അസസ്മെൻറ്റ് ഓഫ് ദ പോം? അത് സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ എബോവ് ഡിസ്കഷൻസ് പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോം. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആസ്വാദനം തയ്യാറാക്കുമ്പോൾ നമ്മൾ കവിയെപ്പറ്റിയും കവിതയുടെ അർത്ഥം, പിന്നെ കവിതയുടെ മ്യൂസിക്കൽ ക്വാളിറ്റി, അതിൻ്റെ റൈം സ്കീം, പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകൾ, പിന്നെ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം, ഇതൊക്കെ ചേർത്തിട്ട് ഒരു എസ്സേ മോഡലിൽ വേണം ഇതിൻ്റെ ആസ്വാദനം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഞാനിവിടെ പലതരം ഗൈഡുകൾ അവൈലബിൾ ആണ്. ഞാനിവിടെ എക്സാം പോയിൻറ്റിൻ്റെ മാക്സിമം പബ്ലിക്കേഷൻസിൻ്റെ ഗൈഡാണ് ഉപയോഗിച്ചത്. താങ്ക് യു.